ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചെമ്പനീർ പൂവിലൊടുവിൽ നമ്മുടെ സച്ചിക്കൊപ്പം രവീന്ദ്രനും ചന്ദ്രോദയം വീട്ടിൽ നിന്നും പടിയിറങ്ങുന്ന നിമിഷങ്ങൾ. അതേ കൂട്ടുകാരെ, നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തോട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ പ്രൊമോയില് നമ്മുടെ ശ്രീകാന്ത് വർഷയുടെ വീട്ടിൽ നിന്നും പെട്ടിയൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ മധുസൂദനൻ നമ്മുടെ ശ്രീകാന്തിന്റെ മനസ്സൊന്ന് ഇതാക്കുന്നുണ്ടേ. നിന്റെ ചേട്ടനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്ങനെ എന്റെ ചേട്ടനെ മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട, നിങ്ങളാണ് ആദ്യം തെറ്റ് ചെയ്തത്, നിങ്ങളുടെ തെറ്റ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ മധുസൂദനൻ നേരെ കൈ ചൂണ്ടി തന്നെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ സച്ചിയും രേവതിയും തിരികെ ചന്ദ്രോദയം വീട്ടിലേക്ക് വരുമ്പോൾ ഊഹിക്കാം നമുക്ക് ചന്ദ്രമതി എന്തായാലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അതുപോലെ തന്നെ ചന്ദ്രമതി കടന്ന് ഉറഞ്ഞതുള്ളുന്നുണ്ട്. ചന്ദ്രമതി പറയുന്നുണ്ട്, ഇതെന്റെ വീടാണ്, നിങ്ങൾ മേലിൽ ഇനി ഇവിടെ താമസിച്ചു പോകരുത്, നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിന്നും ഇറങ്ങിപ്പോകും, ഞാനിവിടെ താമസിക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി വീടിന് പുറത്ത് പോയി കസേരയിൽ ഇരിക്കുന്നുണ്ടേ. അപ്പൊ തന്നെ നമ്മുടെ സച്ചിയും രേവതിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ സച്ചി വന്ന് നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ശരി, ഞങ്ങൾ ഇനി ഈ വീട്ടിൽ താമസിക്കുന്നില്ല, നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചു ഇവിടെ എന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമ്മുടെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛനും കൂടി ഞങ്ങളുടെ ഒപ്പം വാ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി രവീന്ദ്രന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പടിയിറങ്ങുന്ന ഒരു അടിപൊളി ദൃശ്യങ്ങൾ കൂട്ടുകാരെ. ഇനി നമ്മുടെ ചന്ദ്രമതി എന്ത് ചെയ്യും എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.